കലയും ആചാരവും ഭക്തിയും ഇഴചേരുന്ന അപൂർവ വിസ്മയമാണ് ഓണവില്ല്. ഇന്ത്യൻ സംസ്കാരത്തിന് കേരളം നൽകിയ ഏറ്റവും പവിത്രമായ കലാസൃഷ്ടികളിൽ ഒന്ന്. അനന്തശയനത്തിൽ പള്ളികൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമിക്ക് തിരുവോണനാളിൽ സമർപ്പിക്കുന്ന ഈ പള്ളിവില്ലുകൾക്ക് പിന്നിൽ തലമുറകളായി കൈമാറി വരുന്ന ഒരു ആത്മസമർപ്പണത്തിന്റെ കഥ കൂടിയുണ്ട്. ആചാര പൈതൃകത്തിന്റെ ഭക്തിസാന്ദ്രമായ ഓണവില്ലിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാമിൽ. മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ 5 നിറങ്ങളിൽ വരച്ചൊരുക്കുന്ന വിസ്മയമാണ് ഓണവില്ലുകൾ. ശ്രീ പത്മനാഭസ്വാമിക്ക് ഈ വില്ലുകൾ നിർമ്മിച്ചു നൽകാനുള്ള അവകാശം തിരുവനന്തപുരം കരമനയിലെ മേലാറന്നൂർ വിളയിൽ വീട് മൂത്താചാരി കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ക്ഷേത്രശില്പികളായ ഇവർ തലമുറകളായി ഈ ആചാരം കാത്തുസൂക്ഷിക്കുന്നു. മഞ്ഞക്കടമ്പ്, മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തടിയിലാണ് വില്ലുകൾ പ്രധാനമായും ഒരുക്കുന്നത്. 3/4 ഇഞ്ച് കനത്തിൽ കേരളത്തിന്റെ ഭൂപടത്തെയും വഞ്ചിയുടെ ആകൃതിയെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവ കടഞ്ഞെടുക്കുന്നത്. ആകെ 6 ജോഡി വില്ലുകളാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. മഹാബലി ചക്രവർത്തി സുതലം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക്, അതായത് പാതാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പാതാളത്തിലേക്ക് പറഞ്ഞയക്കാൻ എടുത്ത അവതാരമായ വാമനാവതാരത്തിന്റെ വിശ്വരൂപം കാണുന്നത് മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ദീർഘദൃഷ്ടിയുള്ള മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണാൻ വീണ്ടും വരാവുന്ന ദിവസങ്ങളിൽ മഹാവിഷ്ണു വീണ്ടും അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ മഹാവിഷ്ണു പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും മഹാബലിയുടെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. വിശ്വകർമ്മദേവൻ മഹാവിഷ്ണു എടുത്ത അവതാരങ്ങൾ, ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങളും ദശാവതാരമായിട്ട് ആദ്യം വരച്ച് കാണിച്ചിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. എന്നിട്ട് കാലാകാലങ്ങളിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്ന ഒരു വാക്ക് കൊടുക്കും. അപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല് സമർപ്പണം. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ് എന്നീ പഞ്ചവർണ്ണങ്ങളിലെ പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ കൊണ്ടാണ് ചിത്രരചന. 41 ദിവസത്തെ കഠിനമായ വ്രതശുദ്ധിയോടെയാണ് കുടുംബാംഗങ്ങൾ പത്മനാഭന് സമർപ്പിക്കേണ്ട ഓണവില്ലുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. വ്യത്യസ്തമായ ഒരു സാമൂഹിക സമർപ്പണത്തിന്റെ ചരിത്രം കൂടി ഈ ഓണവില്ലുകൾക്ക് പിന്നിലുണ്ട്. വില്ലുകൾക്ക് കെട്ടുന്ന കുഞ്ചലവും ഞാണും നിർമ്മിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ പുരുഷ തടവുകാരാണ്. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ച് വ്രതശുദ്ധിയോടെ തടവുകാർ ഈ ജോലി ചെയ്യണമെന്ന് നിഷ്കർഷിച്ചത് തിരുവിതാംകൂർ രാജകുടുംബമാണ്. ഉത്രാടനാളിൽ കുടുംബക്ഷേത്രമായ തെക്കതിൽ പൂജയ്ക്ക് വെക്കുന്ന വില്ലുകൾ തിരുവോണ പുലർച്ചെ ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയായി പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുന്നു. തിരുവോണം മുതൽ ചതയം വരെയുള്ള 3 നാളുകളിൽ ശ്രീ പത്മനാഭന് അലങ്കാരമായി മാറുന്ന ഈ വില്ലുകൾ പിന്നീട് നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പൂജാമുറിയിൽ 1 വർഷത്തേക്ക് സൂക്ഷിക്കണമെന്നാണ് ആചാരം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചിത്രരചനാ ശില്പം ഓരോ ഭക്തനിലും നിറയ്ക്കുന്നത് ഭക്തിയുടെ അനന്തമായ പ്രകാശമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.